പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കിയയുടെ വളരെ ബേസിക് ബഡ്ജറ്റ് ഫോണായ നോക്കിയ C01 പ്ലസ് എന്ന ഫോൺ ഞാനൊരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു 1 വീക്ക് കൊണ്ട് ഈ ഫോണിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബേസിക് വളരെ 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 ബേസിക് ഫങ്ഷൻ മാത്രമേ ഇതിൽ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും അത്രയുമാണ്. ഓൾമോസ്റ്റ് 6300 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫോണിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ആദ്യം തന്നെ നമ്മളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതൊരു കുഞ്ഞു ഫോണാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ വൺ ഹാൻഡഡ് യൂസേജിന് പറ്റിയൊരു ഫോൺ തന്നെയാണ്. നമുക്ക് മുകളിൽ ഭാഗം എത്താനും താഴ്ഭാഗം എത്താനും വൺ ഹാൻഡഡ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസും അങ്ങനെ തന്നെയാണ് വരുന്നത്. 5.45 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അതുകൊണ്ട് തന്നെ വളരെ സ്മോൾ ഒരു ഡിസ്പ്ലേ ആണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ സ്മോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് വൺ ഹാൻഡഡായിട്ട് നമുക്ക് പിടിക്കാൻ സാധിക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ താഴെ ഇതിൻ്റെ ഒരു മൈക്രോഫോൺ കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുമ്പോൾ ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ ഒരു വോളിയം റോക്കേഴ്സും ആണുള്ളത്. നല്ല ക്ലിക്കി ബട്ടൺ തന്നെയാണ്. വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഭാഗത്തോട്ട് വരുമ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ USB പോർട്ട് ഉണ്ട്. USB പോർട്ട് ഇത് 2.0 ആണ്. ടൈപ്പ് C ആയിരുന്നെങ്കിൽ കുറച്ച് നന്നായേനെ, പക്ഷേ 2.0 ആണ് നമുക്ക് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് തുറക്കാവുന്നതാണ്. ബാക്ക് സൈഡ് തുറക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഫോൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് കാണാൻ സാധിക്കും. ഇത് റിമൂവബിൾ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പഴയ നൊസ്റ്റാൾജിയ ഫീൽ, അല്ലെങ്കിൽ നോക്കിയ ഫോൺസ് നമ്മൾ പഴയ യൂസ് ചെയ്ത ആ ഒരു നൊസ്റ്റാൾജിയ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 3000 mAhൻ്റെയാണ് ബാറ്ററി കപ്പാസിറ്റി. 2 സിം ഇടാൻ സാധിക്കും, ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. അപ്പോൾ ബാക്ക് സൈഡ് ഓപ്പൺ ആണ്. നമുക്ക് ബാറ്ററി റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഡിസൈനിലുള്ള ഒരു കാര്യം, ബാക്ക് സൈഡിൽ ഒരു ക്യാമറയാണുള്ളത്. 5 മെഗാ പിക്സലിൻ്റെ ഒരു ഓട്ടോ ഫോക്കസ് ഒരു ക്യാമറയാണ്. അതിൻ്റെ കൂടെ ഒരു ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമാണ്. ഒരു ഫ്ലാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു 5.45 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. 720p ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD അല്ല. സോ ഈ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഇഗ്നോർ ചെയ്യാം. പിന്നെ LCD പാനലാണ്. ഈ ഒരു പാനൽ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്, അല്ലെങ്കിൽ ഒരു പാനലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിൾസും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാണാനാണെങ്കിലും ഓൾമോസ്റ്റ് സൈഡൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വ്യൂയിങ് ആംഗിൾസ് ഓൾമോസ്റ്റ് നല്ലൊരു വ്യൂയിങ് ആംഗിൾസ് ആണ് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ബ്രൈറ്റ് ആവുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാമറ കൊണ്ട് ആരും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാമെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം അങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഫോൺ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ എന്തെങ്കിലും ഒരു ഫോട്ടോ അർജൻറ്റായിട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്നൊരു ബാക്ക് ക്യാമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒത്തിരിയായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഫ്രണ്ട് ക്യാമും അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ജസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. സെൽഫിയെ പറ്റി ഒന്നും വിചാരിച്ച് പോലും നോക്കരുത്. ജസ്റ്റ് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, അത്രേ ഉള്ളൂ. വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു 2 ക്യാമറ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഉണ്ട്. പെർഫോമൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ യൂണിസോക്കിൻ്റെ ഒരു പ്രോസസ്സറാണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. അതും ആ പ്രൈസ് റേഞ്ച് പോലെ തന്നെ വളരെ ബേസിക് പ്രോസസ്സറാണ്. ഒക്ടാ കോർ 28 നാനോമീറ്ററിൻ്റെയാണ് പ്രോസസ്സർ. അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ ഈ ഫോൺ എടുത്ത് ആരും ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഹെവി ടാസ്കോ ആരും ചെയ്യത്തില്ല. അത്രയും ബേസിക് യൂസേഴ്സ് ആയിരിക്കും ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നത്. അവർക്ക് അത്യാവശ്യം പെർഫോമൻസ് ആയിരുന്ന ഒരു ചിപ്സെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ വിത്ത് 3000 mAh ബാറ്ററിയാണ്. അപ്പോൾ അതും ഈ ഒരു ചിപ്സെറ്റ് വലിയ പവർ എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക് യൂസറിന് ഒരു 1 ഡേ അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ ചിലപ്പോൾ ബാറ്ററി നിൽക്കും. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മാക്സിമം. ഞാനങ്ങനെ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു ദിവസം തന്നെ ചാർജ് നിൽക്കാനുള്ള ഒരു ബാറ്ററിയും അതുപോലെ തന്നെ ഒരു ചിപ്സെറ്റുമാണ് വന്നിട്ടുള്ളത്. ബാറ്ററി പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർജിങ് സ്പീഡും കൂടെ പറയണം. ബോക്സിൽ ചാർജറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 വാട്ട്സിൻ്റെ ചാർജറാണ്. വലിയ ഫാസ്റ്റ് ചാർജിങ് അല്ല, ബട്ട് പ്രൈസ് റേഞ്ച് ഇത്രയും ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റോറേജിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 2GB 16GB വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു 32GB വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ ചിലപ്പോൾ പ്രൈസ് കയറുമായിരിക്കും. എൻ്റെ കയ്യിൽ 2GB 16GB വേരിയൻ്റ് ആണ്.
അത്യാവശ്യം സാധനങ്ങളൊക്കെ നിൽക്കും. സ്റ്റോറേജ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് വരുന്നത്. പക്ഷേ ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വെർഷനായ ഗോ എഡീഷനാണ് ഫോണിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആപ്പുകളായാലും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഇൻബിൽട്ട് സ്റ്റോറേജ് എടുക്കുന്നത് വളരെ കുറവാണ്. അത് നമ്മൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗോ വെർഷൻ എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ്. അപ്പോൾ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത് ഗോ എഡീഷൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ആപ്പുകളൊക്കെ നോക്കുമ്പോൾ ഗൂഗിളിൻ്റെ ഗോ ആണ് വന്നിട്ടുള്ളത്, ഗാലറിയുടെ ലൈറ്റായ ഗാലറി ഗോ, അതുപോലെ തന്നെ 2-3 ആപ്പുകളെല്ലാം, അതുപോലെ തന്നെ മൈ ഫയൽസിൻ്റെ ഫയൽസ് ഗോ എന്നൊരു ആപ്പാണ്. ഇതിൻ്റെ എല്ലാം സ്മോളർ വെർഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്പേസ് അങ്ങോട്ട് എടുക്കത്തില്ല. 16 GB ഓൾമോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇല്ല. 2 വർഷത്തെ സെക്യൂരിറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 2 വർഷത്തെ സെക്യൂരിറ്റി പൂർണ്ണമായിട്ടും കിട്ടും. അപ്പം ഫോൺ എടുത്തേ പിന്നെ ഇതുവരെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല, മേ ബി വരുമായിരിക്കും. പിന്നെ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എന്തായിരിക്കും നിങ്ങൾക്കറിയാം, അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആയതുകൊണ്ട് തന്നെ വലിയ ഹെവി ടാസ്ക് ഒന്നും അല്ല, ഒരു ചെറിയ ചെറിയ ആപ്പുകളാണ് എല്ലാം തുറക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിയാണ്. സ്പീക്കർ ക്വാളിറ്റി ഈ ഒരു പ്രൈസിന് നല്ലൊരു സ്പീക്കർ ക്വാളിറ്റിയാണ് ഞാൻ പറയും. അത്യാവശ്യം നല്ല ലൗഡാണ്, നല്ല ട്രെബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. ബേസ് അധികം നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ നല്ല ട്രെബിളാണ്, നല്ല ലൗഡ് സ്പീക്കറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടച്ചിനെ പറ്റിയാണ്. ഇതിൻ്റെ ടച്ചിന് എനിക്കറിയത്തില്ല, ഞാനിത് മേടിച്ചപ്പോഴേ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിരുന്നു. മേ ബി ഇനി അതുകൊണ്ടായിരിക്കും ടച്ച് വലിയ റെസ്പോൺസ് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മറ്റ് ഫോണുകൾ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഈ ഒരു ടച്ച് ഇച്ചിരി റെസ്പോൺസ് കുറവാണ്. അതെനിക്കൊന്ന് ഫീൽ ചെയ്തു. മേ ബി സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ ആയിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫോൺ എടുത്തിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ സെൻസറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ലൈറ്റ് സെൻസറുണ്ട്, പ്രോക്സിമിറ്റി സെൻസറുണ്ട്, അതുപോലെ തന്നെ ആക്സലോമീറ്റർ സെൻസർ, അങ്ങനെ 3 സെൻസറുണ്ട്. അതൊക്കെ പെർഫെക്റ്റായിട്ട് ഓൾമോസ്റ്റ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സെൻസർ ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോഴേ ലൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അത്രയും ഫാസ്റ്റ് വേണോ ഇല്ലയോ എന്ന് എനിക്കങ്ങനെ അറിയത്തില്ല. ഞാൻ പേഴ്സണലി എൻ്റെ ഫോണുകളിലൊന്നും ലൈറ്റ് സെൻസർ ഞാൻ യൂസ് ചെയ്യാറില്ല, മാനുവലായിട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയില്ല. സോ ലൈറ്റ് സെൻസറുണ്ട്, അത്യാവശ്യം യൂസബിളാണ്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഈ ഫോണിനെ പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. ക്യാമറ ഒക്കെ ഞാൻ പറഞ്ഞു, ക്യാമറ പിന്നെ ഫോട്ടോ എടുക്കാൻ സാധിക്കത്തില്ല, അതൊക്കെ വീഡിയോയും അതുപോലെ തന്നെയാണ്. ക്വാളിറ്റി വലിയ ക്വാളിറ്റി ഒന്നുമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ വളരെ ബേസിക്കായിട്ട് നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ്. അവർക്ക് സാധാരണ രീതിയിൽ ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോളിന് മാത്രമാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണാണ്. അതുപോലെ അവർക്കൊരു സ്മാർട്ട് ഫോൺ വിത്ത് ടച്ച് സ്ക്രീൻ വലിയ പ്രൈസൊന്നും ഇല്ലാതെ വലിയ വിലയൊന്നും കൊടുക്കാതെ എടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേ കീപാഡ് ഫോൺ ആയാലും മതി, കോൾ ചെയ്യാൻ മാത്രമേ. പിന്നെ വാട്സാപ്പും ചെറിയ ചെറിയ ആപ്പുകളൊക്കെ ഓടും. ഫേസ്ബുക്ക് ആയാലും ലൈറ്റ് വെർഷനൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഓടിക്കോളും, വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റി ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഫോൺ ഇപ്പം എൻ്റെ മമ്മിക്ക് വേണ്ടി എടുത്താണ്, ഞാൻ എടുത്തതല്ല, മമ്മി തന്നെ പോയി എടുത്താണ്. അപ്പോൾ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഫ്യൂച്ചറായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജെറി സൈനിങ് ഓഫ്.